എന്റെ അനിയത്തിമാർക്ക് ആർക്കും പായസം ഇഷ്ടമല്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു അവരവരുടെ ജീവിതത്തിൽ പായസം കഴിച്ചിട്ടില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? പായസം കഴിക്കും. പായസം നിങ്ങൾ എന്തായാലും കഴിക്കും. 3 പ്രത്യേകിച്ച് പാൽപ്പായസം. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇഷ്ടമല്ല. കുഴപ്പമില്ല, പായസത്തിന്റെ അത്രയും കുഴപ്പമില്ല. പായസം അയ്യോ, ഞാൻ ജനിച്ചിരുന്നവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഉഷാനി ഹൻസിക്ക് നിങ്ങൾ എന്തായാലും കഴിക്കും. 3 പ്രത്യേകിച്ച് പാൽപ്പായസം. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? മറന്നുവല്ലേ? പെറ്റ തള്ളയെയും കുടിച്ച കളിനെയും മറക്കരുന്നാണ് ശാസ്ത്രം. വേണ്ടി പായസം കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിരിയും. അതായത് പാല് കുടിച്ചാൽ പിരിയുന്നൊരവസ്ഥ ഏതൊരു സാഹചര്യത്തിലാണ്. അതായത് അശ്വിൻ നന്നായി മദ്യപിച്ചിരിക്കുന്നു. 4 അടിച്ചിട്ട് നാക്ക് കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന് പാടാൻ പറ്റുമോ? അശ്വിൻ മദ്യപിച്ച് മതോന്മത്തനായി. അശ്വിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യക്തമാണ്. പപ്പടം കഴിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടു. അതെ അതെ, എന്തതെ വെറുതെ വരാതെ. ഓനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഒരു വിഷയത്തിൽ. അതായത് ഈ ഒരു ഓണത്തിനെങ്കിലും ഓന്റെ വാപ്പയും ഉമ്മയും കാണാൻ കഴിയാത്തൊരവസ്ഥ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വല്പം അടിച്ചതിൽ ഓനെ ഒരിക്കലും ഞാൻ ഓനെ കുറ്റം പറയത്തില്ല. അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. ഈ സംഭവം ആയിത്തല്ല കേട്ടോ. ഓസി ഫാമിലി, അതായത് അച്ഛൻ ഒരുപക്ഷെ ഇനി ഒരു പൂർണ്ണ മദ്യപാനത്തിലേക്ക് മനോവിഷം ഗുണം കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ അവസ്ഥ എന്താണ് ബുദ്ധി? ഈ തല വെളി കാണിച്ച് അടക്കല്ല വേണ്ട. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.